അങ്ങനെ നമ്മളെവരും പ്രതീക്ഷിച്ചിരുന്ന പ്രോട്ടീന്റെ കണ്ടന്റ് ഉള്ള എന്തോ സംഭവമായി. പ്രോട്ടീൻ അല്ല ഇത് നവീന് മാത്രം കൊടുക്കരുത്, ഇതിൽ കുറച്ച് എന്റെയും കൂടി ഇത് ചേച്ചിയും പ്രോട്ടീൻ ആണോ? ഞാനും പ്രോട്ടീൻ. കുറച്ചെങ്കിലും കാർബോഹൈഡ്രേറ്റ് വേണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അല്ല, ഈ കട്ട്ലറ്റ് അതുപോലത്തെ ഒരു കട്ട്ലറ്റ് തന്നെ സ്പ്രൗട്ട്സ് കട്ട്ലറ്റ് ആണ്. ഇതിന്റെ കാര്യം പറയാം. ഞങ്ങളുടെ മേടിച്ച് മാറ്റിയെടുത്ത് സത്യം, ഞാൻ ഇറച്ചിയും ബീഫും ഇതൊക്കെ തിന്നോണ്ടിരുന്ന എന്നെ പ്രോട്ടീൻ കണ്ടന്റ് ആക്കി മാറ്റിയത്. അതെ, ഞാനേ എന്തോ ആയിക്കോട്ടെ. ഞാൻ ചേച്ചി വേറെ കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് 2 മണിക്കൂർ ഇരുന്ന് വീട്ടിൽ ചെന്ന് തൂക്കി നോക്കിയപ്പോൾ 1.5 കിലോ കുറഞ്ഞു. ഞാൻ ഓൾറെഡി അത്യാവശ്യം ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ആളാണ്. പക്ഷെ എന്നിട്ട് 1.5 കിലോ കുറഞ്ഞു. അത് തന്നെ നല്ലതാണ്. മേലിൽ ആവർത്തിക്കരുത്. അത് പറട്ടെ, ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഞങ്ങൾ ഓൾറെഡി ബീഫ് കട്ട്ലറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്തുണ്ടാക്കും? അപ്പൊ പിന്നെ നോൺ വെജിലേക്ക് പോകണ്ട, ചെമ്മീൻ എന്നൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു റീന ബഷീർ എന്റെ ഫ്രണ്ടാണ് ക്ലോസ്, അവളെ വിളിച്ചിട്ട് ഞാനിങ്ങനെ, അവള് വലിയ കുക്കൊക്കെയാണ്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു ഒരു വെറൈറ്റി ഒന്ന് പറഞ്ഞു തരാം എന്തെങ്കിലും. അപ്പൊ അവള് പറഞ്ഞു നീ സ്പ്രൗട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുക, നല്ലതാണ്, ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോടി അത് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, ടേസ്റ്റ് സംഭവം ഉണ്ടല്ലോ, നീ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കി വീട്ടിൽ ചെയ്ത് നോക്കി. അല്ല, അത് ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ നമ്മള് വളരെ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ചെയ്യുന്നത് നല്ലതാണ്. മിക്കവാറും കണ്ടസ്റ്റൻസ് ചെയ്യുന്നുണ്ട്, വലിയ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ പിന്നെ ഞാനും ആലോചിച്ചു, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നല്ല എന്താ പറയാ, ഹെൽത്തിയാണ്, പിന്നെ ടേസ്റ്റും ഉണ്ട്. എന്തൊക്കെയാ ചേർത്തിരിക്കുന്നത്? മുളപ്പിച്ചതാണല്ലോ സ്പ്രൗട്ട്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ കടല മുളപ്പിച്ചതുണ്ട്, 2 പയറും, വലിയ പയറും ചെറിയ പയറും. എന്തൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് കിട്ടിയത് ഈ 3 പയറേ ഉള്ളൂ, 3 മുളപ്പിച്ചതേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മള് ഒരു കട്ട്ലറ്റ് ബാക്കി ചേർത്തത് നമ്മുടെ കട്ട്ലറ്റ്സിന്റെ ബാക്കി സാധനങ്ങൾ തന്നെ, ഗരം മസാല. ഇനി പിന്നെ അതിനകത്ത് ഇത്തിരി ടേസ്റ്റ് മേക്കർ ആയിട്ട് മീറ്റ് മസാല കുറച്ചിട്ടു. ബാക്കിയെല്ലാം കുറച്ച് മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പച്ചമുളക് ഇത്തിരി ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, പുതിന കുറച്ച്, മല്ലിയില കുറച്ച്, അതിനേക്കാൾ കുറച്ചും കൂടി ഇട്ട് പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ പിടിച്ചു. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട ആഡ് ചെയ്തിട്ടില്ല, മുട്ടയിൽ മുക്കിയില്ല, അല്ലാതെ തന്നെ ഞാൻ ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് എടുത്ത് പിന്നെ ഷാലോ ഫ്രൈ ചെയ്തു, ഡീപ്പായിട്ട് ചെയ്തില്ല. കാരണം ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ എല്ലാം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടാണ്. പുഴുങ്ങിയിട്ട് എടുക്കുമായിരുന്നു? അല്ല, ഞാൻ ഇതിനെ കുറച്ച് ഇത് മിക്സിയിൽ ഒന്ന് ഇത് ചെയ്തിട്ട് ഞാൻ അതിനെ നന്നായിട്ട് കുക്ക് ചെയ്തു. ഈ മസാലാസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതെ, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തു. കാരണം അത് വേവണമല്ലോ സാർ, അങ്ങനെ വേവിച്ചെടുത്തിട്ട് പിന്നെ ഫ്രൈ. വരൂ, ആതിരയും വിഷ്ണുവും. താങ്ക് യു. ഓക്കെ, അഭിപ്രായങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എനിക്ക് തോന്നുന്നത് കട്ട്ലറ്റ് ഇഷ്ടപ്പെടുന്ന, പ്രോട്ടീൻ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന വെജായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർക്ക് പെർഫെക്റ്റ് സാധനമാണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചതിൽ. കട്ട്ലറ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് വെജ് അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളാണ്.
കൂടുതലും വെജും നോൺ വെജും വെച്ച് അതേ എടുക്കത്തുള്ളൂ. പക്ഷെ ഇത് നോണിന്റെ ഒരു ടേസ്റ്റും കിട്ടി, പക്ഷെ നോണല്ല. അതെനിക്ക് തോന്നുന്നു മറ്റേ നിങ്ങളുടെ മീറ്റ് മസാലയുടെ ഒന്നും ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വെറുതെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പച്ച കട്ട്ലറ്റിന്. വികാരം ഉണ്ടാവും. മീറ്റ് മസാല ടേസ്റ്റ് ആണ്. ഞാൻ അപ്പോൾ കട്ട്ലറ്റ് ഇഷ്ടപ്പെടുന്ന എന്നാൽ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് നോക്കുന്ന എനിക്ക് പെർഫെക്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു. നാദ്രയ്ക്ക് അത് തന്നെ പറയാനുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കട്ട്ലേറ്റ്. താങ്ക് യു. ദിവ്യ ഇതുപോലെ തന്നെ എനിക്ക് കട്ട്ലേറ്റിൻ്റെ ഒരു ഫീലല്ല. നമ്മൾ ഈ ചെറുപയറും കടലയൊക്കെ വേവിച്ച് നമ്മൾ രാവിലെ കഴിക്കൂലേ, എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് അതിനകത്ത്. മീൻസ് അതിനാണ് ചേർത്തത്. ഒരു കട്ട്ലേറ്റ് കഴിക്കുന്ന ഒരു ഫീല് വന്നില്ല. പക്ഷെ ഉപ്പ് ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ആ മസാല മിക്സ് ചെയ്തതും കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ ദീപൻ. എനിക്ക് ആദ്യം തന്നെ പറയേണ്ടത് ഇത് ഒരു പുതിയ ഒരു ഡിഫറെൻറ്റ് സാധനമായിട്ട് ഇവർ കൊണ്ടുവന്നു. അടിപൊളി, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. പക്ഷേ എനിക്ക് അടുത്ത് തോന്നിയത് മീറ്റ് മസാല ഇച്ചിരി കൂടിപ്പോയെന്നൊരു സംശയം. മീറ്റ് മസാല ഇച്ചിരി കൂടിപ്പോയെന്ന്. രണ്ടാമത് കുറച്ചൊരു ബേൺഡ് ഫീലിംഗ് എനിക്ക് തോന്നി. കരിഞ്ഞു ഇച്ചിരി ഒരു ബാക്കി ഇറ്റ്സ് നൈസ്. ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ വലിയ ജാസ്തി മീറ്റ് മസാല, കാരണം അത് ഈ മുളപ്പിച്ച സാധനത്തിൽ കുറച്ച് മസാലയും കൂടെ വന്നാലേ ആ ഒരു പച്ച ഉണ്ടാവും. ഇല്ലെങ്കിൽ പച്ച ടേസ്റ്റ് ബഡ്സിന്റെ ഇതായിരിക്കും, അല്ലെങ്കിൽ ഒരു പച്ച ചുവ വരും. ഡിഫറൻസ് ആയിരിക്കാം. പക്ഷേ ഒരു തോന്നിയൊരു കാര്യം എന്താ പറയുക, അത് ഡ്രൈ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയുടെ ആണോ എന്നറിയില്ല, ചവച്ചിറക്കുമ്പോൾ തൊണ്ടയ്ക്ക് താഴോട്ട് പോയി ഇച്ചിരി സമയം എടുത്തു. അതെയോ? ആ ഡ്രൈ എനിക്ക് തോന്നി. കുറച്ച് നമ്മളിങ്ങനെ ഇറക്കുമ്പോ ഒരു കട്ടി ഫീൽ ചെയ്തു. അത് അപ്പൊ അതാ കൺസിസ്റ്റൻസി നമ്മൾ എങ്ങനെ അതിനെ മാറ്റിയെടുക്കാന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? പ്രത്യേകിച്ച് നമ്മൾ ഈ പയറ് സാധനങ്ങളൊക്കെ ഇരിക്കും തോറും ഡ്രൈ ആവും. നമ്മളിപ്പോ പയറ് പുഴുങ്ങി വെച്ചെന്ന് വെച്ചോ രാവിലെ പുട്ടിന്, പക്ഷെ ഒരു തണുത്ത കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഡ്രൈ ആവും. അപ്പൊ അങ്ങനെയുള്ള സാധനം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ തണുക്കുകയും ചെയ്തില്ലേ, അപ്പൊ കുറച്ചുകൂടെ അത് കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി ചെയ്യുമ്പോൾ അതിൽ എങ്ങനെ മാറ്റം വരുത്താന്നുള്ളത് ഒന്ന് ആലോചിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ടേസ്റ്റ് ഒക്കെ പക്ക. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സെഗ്മെന്റ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞാൽ ശരിയാകുമോ, ഞങ്ങൾ പറഞ്ഞ് തെറ്റായി പോകുമല്ലോ, ഞങ്ങൾക്ക് രുചിയെക്കുറിച്ച് മാത്രമേ പറയാൻ അറിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഈ പറയുന്നത് മുഴുവൻ. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.